ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫർമാർ, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിലെ രഹസ്യ കോഡുകൾ തകർത്ത ബുദ്ധിമാന്മാർ, അവർ മുതൽ ഇന്നത്തെ ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ ഒരു പുസ്തകത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു വാക്കുപോലും, അതെ, വെറും ഒരു വാക്കുപോലും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായൊരു ഭാഷ. പണ്ട് മന്ത്രവാദികൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമോ അതോ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ഡയറിയോ? ചരിത്രകാരന്മാരുടെ ഉറക്കം കെടുത്തിയ ആ നിഗൂഢതയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 1912 വിൽഫ്രെഡ് വോയിനിച്ച് എന്ന വ്യക്തി ഇറ്റലിയിലെ ഒരു പഴയ കൊട്ടാരത്തിൽ നിന്നാണ് ഈ ഗ്രന്ഥം കണ്ടെത്തുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ പഴക്കം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഇത് 1400കളിൽ എഴുതപ്പെട്ടതാണ്. അതായത് 600 വർഷങ്ങൾക്ക് മുൻപ്. ആടിന്റെ തോലിൽ നിർമ്മിച്ച ഈ താളുകൾ ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരമാല ലോകത്തൊരിടത്തും നിലവിലില്ല. ഇതിനെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് വോയിനിച്ചീസ് എന്നാണ്. ഈ പുസ്തകം നിങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ കാണുന്നത് വിചിത്രമായ കാഴ്ചകളാണ്. ഒന്നാമതായി, ഈ ഭൂമിയിൽ ഇന്നുവരെ ആരും കാണാത്ത തരം സസ്യങ്ങൾ. അവയുടെ വേരും പൂവും ഇലകളുമെല്ലാം ഈ ലോകത്തിൻ്റേതല്ല എന്ന് തോന്നിപ്പിക്കും. രണ്ടാമതായി, വിചിത്രമായ പൈപ്പുകളിലൂടെ ഒഴുകുന്ന പച്ച നിറത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്ന സ്ത്രീകൾ. ഇതൊരു ചികിത്സാ രീതിയോ അതോ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങളോ? മൂന്നാമതായി, നക്ഷത്രങ്ങളുടെ ഭൂപടങ്ങൾ. അത്ഭുതകരമെന്ന് പറയട്ടെ, ദൂരദർശിനികൾ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ ആകാശഗംഗയുടെ ആകൃതിയിലുള്ള ചിത്രങ്ങൾ പോലുമുണ്ട്. ഈ പുസ്തകത്തിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന ഒരു തിയറി ഇനി പറയാൻ പോവുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അവിശ്വസനീയമായ ചരിത്ര രഹസ്യങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ നിഗൂഢതയെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വലിയ ഊർജ്ജമാണ് നൽകുന്നത്. FBI മുതൽ CIA വരെയുള്ള ഏജൻസികളിലെ കോഡ് ബ്രേക്കർമാർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചിട്ടും പരാജയപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷണങ്ങൾ പോലും കൃത്യമായൊരു ഫലം നൽകിയിട്ടില്ല. ചിലർ പറയുന്നു ഇതൊരു മന്ത്രവാദ പുസ്തകമാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് ലിയനാർഡോ ഡാവിഞ്ചി പോലും തോറ്റുപോയ ഒരു പ്രതിഭയുടെ സൃഷ്ടിയാണെന്നാണ്. എന്നാൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന തിയറി മറ്റൊന്നാണ്. ഇതൊരു ഭാഷയല്ല, മറിച്ച് വായനക്കാരെ ഭ്രാന്തു പിടിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സൈക്കോളജിക്കൽ കെണിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇന്നും അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇരുട്ടുമുറിയിൽ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് വിശ്രമിക്കുന്നു. ആ 240 പേജുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് അമരത്വത്തിനുള്ള വഴിയാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ സൂചനയാണോ? ആർക്കും അറിയില്ല. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇതിലെ രഹസ്യം എന്നെങ്കിലും മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുമോ? അതോ ഈ നിഗൂഢത ആ താളുകൾക്കുള്ളിൽ തന്നെ എന്നേക്കുമായി അടഞ്ഞുകിടക്കുമോ? നിങ്ങളുടെ ചിന്തകൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു നിഗൂഢതയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.